കോഴിക്കോട് കോർപ്പറേഷനിലെ CPM സ്ഥാനാർത്ഥികൾ 4 ദിവസത്തിനകമെന്ന് CPM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്. 2 തവണ മത്സരിച്ചവരെ സ്ഥാനാർത്ഥികളാക്കില്ല. ജില്ലയിൽ ഇന്നോളം ഇല്ലാത്ത വലിയ വിജയം LDF നേടുമെന്നും RMP നാമാവിശേഷമായെന്നും M. മെഹബൂബ്. RMP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പേര് തന്നെ പറയേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം RMP നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസക്തിയില്ല കാര്യത്തിൽ. ഒഞ്ചിയമെല്ലാം മാറി പഴയ ഒഞ്ചിയത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇത്തവണ ഒഞ്ചിയം പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. പഴയ കാലത്തെ ഒഞ്ചിയത്തിൻ്റെ പാരമ്പര്യം 100% തിരിച്ചു പിടിക്കത്തക്ക രീതിയിലുള്ള മുന്നേറ്റമാണ് ഒഞ്ചിയം മേഖലയിലാകെ നടന്നു വരുന്നത്. ഞങ്ങളുടെ ഏതാണ്ട് ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരും. ഞങ്ങളുടെ കമ്മിറ്റികളെല്ലാം കൂടി അതിനനുസൃതമായിട്ട് കേന്ദ്രീകൃത ജനാധിപത്യമാണല്ലോ, സ്ഥാനാർത്ഥികളെല്ലാം നിർണ്ണയിച്ച് ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തിയാവും. ഓക്കെ, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഈ ഒഞ്ചിയം ആണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, CPM-ലെ വലിയ വിഭാഗീയത, അതേ തുടർന്ന് RMP രൂപീകരണം, പിന്നീട് അങ്ങോട്ട് നമ്മൾ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം വരെ കണ്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം വടകരയിലെ ഒഞ്ചിയം, ഏറാമല, ചോറോട് പഞ്ചായത്തുകളിൽ തുടങ്ങിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്തരം പഞ്ചായത്തുകൾക്ക്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. CPI ആണെങ്കിൽ ഈ പ്രാവശ്യം ഒഞ്ചിയം തിരിച്ചു പിടിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. M. മെഹബൂബ് CPIM ജില്ലാ സെക്രട്ടറിയുമായി സംസാരിക്കുന്ന സമയത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കോഴിക്കോട് ഇടതുമുന്നണിക്കുണ്ടാകും, ജനവികാരം ഇടതുമുന്നണിക്ക് അനുകൂലമാണ്. കോർപ്പറേഷനെതിരെ കോൺഗ്രസിൻ്റെ സമരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആർക്കും എന്തും പറയാം, പക്ഷേ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും. പഞ്ചായത്തുകളിൽ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും പിടിക്കും. കോഴിക്കോടാണെങ്കിൽ ജില്ലാ പഞ്ചായത്തും LDF-ൻ്റെ കയ്യിലാണ്, പ്രധാനപ്പെട്ട നഗരസഭകളെല്ലാം LDF-ൻ്റെ കയ്യിലാണ്. അങ്ങനെ വടകര മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ LDF-ൻ്റെ കയ്യിലാണ്. ഇതെല്ലാം നിലനിർത്തുകയും ഒഞ്ചിയം തിരിച്ചു പിടിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ഇതിലാണ് RMP-യെ ലക്ഷ്യം വെക്കുന്നത്. RMP-യെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, നാമാവശേഷമായി എന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്കാണ് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് തയ്യാറായിരിക്കുന്നത്. മറ്റൊരു കാര്യം SKN, മാസങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുൻപ് തന്നെ കോഴിക്കോട്ടെ CPIM പ്രാദേശിക തലത്തിൽ ബൂത്ത് കമ്മിറ്റികളെ വാർഡ് കമ്മിറ്റികളാക്കിയും മറ്റുമുള്ള ബ്രാഞ്ച് കമ്മിറ്റികളെ ഇലക്ഷന് വേണ്ടി വാർഡ് കമ്മിറ്റിയിലേക്ക് മാറ്റിയുമുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനത്തിലേക്ക് കേന്ദ്രീകരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എന്നാൽ നിരവധി ആരോപണങ്ങളുമായി UDF സമരരംഗത്തും അതുപോലെ തന്നെ പ്രചരണ രംഗത്തുമുണ്ട്. ഇതെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പുതിയ പഞ്ചായത്തുകൾ, ഒഞ്ചിയം ഉൾപ്പെടെ, ഒഞ്ചിയം പഴയ ഒഞ്ചിയമായി മാറുന്നു എന്നുള്ളതാണ് CPIM-ൻ്റെ M. മെഹബൂബ് പറയുന്നത്. SKN. ഓക്കെ, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.